PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകാത്ത വിധം പ്രതിസന്ധിയിലേക്ക് UDF. പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ രാഷ്ട്രീയമായി വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകി. പദ്ധതി നടപ്പാക്കിയാൽ തടയുമെന്ന് SFIയും പ്രഖ്യാപിച്ചു. കയച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത അവസ്ഥയിലാണ് PM ശ്രീയിൽ സർക്കാർ. LDFന്റെ തലയിൽ കുറ്റം ചാർത്തി പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്നായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഇതിനിടയിലാണ് ലീഗ് അംഗത്തിന്റെ തന്നെ ചോദ്യത്തിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ഒരു തടസ്സവുമില്ലെന്ന് കേന്ദ്രമന്ത്രി തന്നെ രാജ്യസഭയിൽ മറുപടി നൽകിയത്. ഇത് പുറത്തുവന്നതോടെ പദ്ധതിക്കെതിരെ മുസ്ലിം ലീഗിന് നിലപാടെടുക്കേണ്ടി വന്നു. UDF കൺവീനറെ തള്ളി ലീഗ് രംഗത്തു വന്നതും കേന്ദ്ര നിലപാട് പുറത്തുവന്നതോടെയാണ്. LDF സർക്കാർ PM ശ്രീ മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു. ഈ പദ്ധതിയിൽ കേരളം ഫണ്ട് കൈപ്പറ്റിയിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ രേഖാമൂലം വ്യക്തമാക്കിയിട്ടുണ്ട്. LDFനെ ചാരി ഇനിയും ഇതുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന ശക്തമായ നിലപാടിലാണ് ലീഗുള്ളത്. ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ PM ശ്രീ നടപ്പാക്കി എന്ന പ്രചരണം വന്നാൽ അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് മന്ത്രിമാർ അല്ലാത്ത ലീഗ് നേതാക്കളുടെ നിലപാട്. PM ശ്രീ ഏതെങ്കിലും സ്കൂളിൽ നടപ്പാക്കിയാൽ തടയുമെന്ന് SFIയും പ്രഖ്യാപിച്ചു. ഒരു തരത്തിലും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് SFIക്ക് പറയാനുള്ളത്, യാതൊരു കാരണവശാലും PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കരുത്, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. കേരളത്തിൻ്റെ മതനിരപേക്ഷ ബോധ്യത്തിൻ്റെയും കേരളത്തിൻ്റെ ജനാധിപത്യ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും പുണ്യപുരാതനമായ സംഘപരിവാർ കാഴ്ചപ്പാടുകൾക്ക് അടിയറവ് വെക്കുന്ന വിധത്തിലേക്ക് RSS ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രസങ്കല്പത്തിനും ഒരു പൗരസങ്കല്പത്തിനും കേരളത്തിലെ മതനിരപേക്ഷ യുവതയെ വിദ്യാർത്ഥികളെ വിട്ടുകൊടുക്കാൻ അനുവദിക്കാൻ കഴിയില്ലെന്നും യാതൊരു കാരണവശാലും PM ശ്രീയെ ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ SFI അനുവദിക്കില്ല. PM ശ്രീ നടപ്പാക്കണമോ എന്ന് തീരുമാനിക്കാൻ മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട്. ബുധനാഴ്ച മന്ത്രിസഭ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിക്കും. പദ്ധതി ഈ അധ്യയന വർഷം നടപ്പാക്കേണ്ടതില്ലെന്ന് പറഞ്ഞ് തലയൂരാനായിരിക്കും ഉപസമിതിയുടെ തീരുമാനം. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.